അയാന പാർട്ട് 42. അയാന വാ, ഇവിടെ ഇരിക്ക്. അവൻ്റെ കോളേജിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതെല്ലാം കേട്ടിട്ട് നീ എന്താ വേണ്ടത് എന്ന് തീരുമാനിക്ക്. സങ്കടപ്പെടാനും ദേഷ്യപ്പെടാനും നിന്നിട്ട് കാര്യമില്ല. ഗൗരവത്തിലുള്ള സംസാരം കേട്ട് അവൾ എന്താണെന്ന പോലെ അവനെ നോക്കി. അതർ, നിന്നെ പ്രിൻസിപ്പൽ സാർ വിളിക്കുന്നുണ്ട്. ഒരാൾ ക്ലാസ്സിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞതും അവൻ തല താഴ്ത്തിക്കൊണ്ട് അവിടെ നിന്നും ഓഫീസ് മുറി വരെ നടന്നു. അവൻ്റെ കണ്ണുകൾ നിറയുന്നത് അവൻ തുടച്ചുകൊണ്ട് അവന് ഓഫീസിലേക്ക് കയറി. സർ, വാ. അപ്പോൾ അവിടേക്ക് വരുമ്പോൾ നിറകണ്ണാലെ അവനെ നോക്കുന്ന അയാനയെ കണ്ടതും ആദ്യം അവനൊന്നും ഞെട്ടിയെങ്കിലും പിന്നീട് അവനും നിറമിയോടെ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി. അതറിവിനെ കുറിച്ച് അവൻ്റെ ക്ലാസ് ടീച്ചർക്കെല്ലാം നല്ല അഭിപ്രായമാണ്. പക്ഷേ അവൻ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അവൻ്റെ കൂടെ പിടിക്കപ്പെട്ട കുട്ടികളെല്ലാം സീനിയേഴ്സാണ്. അവരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ വീട്ടുകാർക്ക് അതൊന്നൊരു പ്രശ്നവുമല്ല. പക്ഷേ ഇവൻ ഞാൻ എനിക്ക് ബാക്കി പറയാനാവാതെ അവൻ അവിടെ ഇരുന്ന് കരഞ്ഞു. അയാനക്ക് അത് കണ്ട് സഹിക്കുന്നില്ലായിരുന്നു. മറ്റുള്ളവരെയെല്ലാം പോലീസ് കൊണ്ടുപോകുമ്പോൾ ഇവനെ വിടാതെ നിന്നത് ഇവൻ ഇനിയും അവരുടെ കൂടെ കൂടി മോശം ആവരുത് എന്ന് വിചാരിച്ചു. അതുകൊണ്ട് മാത്രമാണ്. ഈ മയക്കുമരുന്ന് യൂസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഗൗരവമുള്ള കാര്യമാണ്. അത് ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ടല്ലോ. ഹോസ്റ്റൽ വാർഡന് സംശയം തോന്നി ടെറസിൽ ചെല്ലുമ്പോഴാണ് അവരുടെ കൂട്ടത്തിൽ ഇവനും ഇരിക്കുന്നത് കാണുന്നത്. നിങ്ങൾ ഇവനെ കൊണ്ടുപോയിക്കോളൂ. കുറച്ച് ദിവസം അവിടെ നിന്നോട്ടെ. കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. പ്രിൻസിപ്പൽ ഓക്കെ സർ. സിദ്ധു. അയാന ഒന്നും മിണ്ടാതെ അപ്പുവിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഇറങ്ങി നടന്നു. വാ അപ്പു വാ. സിദ്ധു അവനെ എണീപ്പിച്ചു അവൻ്റെ കൂടെ കൊണ്ടുപോയി. 3 പേരും കൂടെ ഒരു കടയിൽ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോഴും അയാന ഒന്നും മിണ്ടുന്നേയില്ലായിരുന്നു. ചേച്ചി, അപ്പു സങ്കടത്തോടെ വിളിച്ചിട്ടും അവളും ഒന്നും മിണ്ടിയില്ല. ചേച്ചി പ്ലീസ് ചേച്ചി, എന്നോടൊന്നും മിണ്ട് ചേച്ചി. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, അറിയാതെ പറ്റിപ്പോയതാ. അതും പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് അവൻ പൊട്ടിക്കരഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പിന്നെ ഞാൻ എന്ത് വേണം? എൻ്റെ ആകെയുള്ള പ്രതീക്ഷ നീയായിരുന്നു. ആ നീ പോലും എന്നെ മനസ്സിലാക്കിയില്ല. നമ്മുടെ ജീവിതം, ചുറ്റുപാട് എല്ലാം നീ കണ്ടുപഠിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കണ്ട് അറിഞ്ഞതുകൊണ്ട് നീ വളർന്നു വരുമ്പോൾ എല്ലാ സാഹചര്യവും മനസ്സിലാക്കുന്ന, എല്ലാവരോടും കാരുണ്യമുള്ള ഒരാളായി തീരുമെന്ന്. അതെല്ലാം വെറുതെ ആയിരുന്നെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. നീയും കൂടെ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കരുതായിരുന്നു. എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നീ. അതും പറഞ്ഞ് അവളൊന്ന് നിർത്തി. അപ്പുവിന് അതിന് മറുപടിയില്ലായിരുന്നു. അയാനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സിദ്ധു ഒന്ന് സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു. നീ പുറത്തു പോയി പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? വീട്ടിലെ സാഹചര്യം കണ്ട് പഠിച്ച് നിന്റെ പഠിത്തം മുടങ്ങരുത്. പുറമേയുള്ള ഒരുപാട് കാഴ്ച നീ കാണണം. ഈ വീടും നാടും ഒഴികെ വേറെ കാഴ്ചകളുണ്ട്, നീ അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതെല്ലാം എൻ്റെ തെറ്റ്. എനിക്ക് കിട്ടാത്ത പോയതെല്ലാം നിനക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇപ്പോൾ മയക്കുമരുന്ന് ഉപയോഗിച്ച് പഠിച്ചിരിക്കുന്നു. എനിക്കറിയില്ല ഇനി എന്ത് വേണമെന്ന്. അതും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ സിദ്ധുവിൻ്റെ നെഞ്ചിലേക്ക് വീണതും സിദ്ധു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അപ്പുവിനോടായി കണ്ണടച്ച് കാണിച്ചു. നീയൊന്ന് സമാധാനപ്പെടുക അയാന. ശരിയാണ്, അവൻ്റെ കയ്യിൽ നിന്നും തെറ്റ് വന്നു. അതെല്ലാം തിരുത്താൻ ഒരവസരം നീ നൽകണം. അല്ലാതെ വേറെ ആരും അവന് അങ്ങനെ ഒരു അവസരം നൽകിയിട്ട് കാര്യമില്ല. നീ അവൻ്റെ ചേച്ചി മാത്രമല്ല, അമ്മയുമാണ്. സിദ്ധു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സിദ്ധു പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും ഉയർന്നു സിദ്ധുവിനെ ഒന്ന് നോക്കി. അവൻ കണ്ണടച്ച് കാണിച്ചതും അയാന അപ്പുവിനെ ഒന്ന് നോക്കി. അപ്പു മോനെ. അയാന ചേച്ചി എന്നോട് ക്ഷമിക്കു ചേച്ചി, അറിയാതെ പറ്റിപ്പോയതാ. ഒരു നിമിഷത്തെ ബുദ്ധിമോശമാണ് ചേച്ചി. അന്ന് ഞാൻ ഒരുപാട് സങ്കടത്തിലായിരുന്നു. അപ്പോൾ പറ്റിപ്പോയതാ. എന്താ മോനെ, എന്താ നിനക്ക് ഇത്ര സങ്കടം? എന്താ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ അവിടുത്തെ ഓർത്ത് നീ തല പുകയിക്കരുതെന്ന്? എന്നിട്ട് അയാന അതല്ല ചേച്ചി,
അന്ന് ഞാൻ അമ്മക്ക് വിളിച്ചപ്പോൾ ഫോണിലൂടെ വേറെ ഒരുപാട് കാര്യങ്ങൾ കേട്ടു ചേച്ചി. ആ ചേട്ടൻ അമ്മയെ ബുദ്ധിമുട്ടിക്കുക ചേച്ചി. ചേട്ടന് ആ വീടും സ്ഥലവും പറഞ്ഞ് അമ്മയെ ദ്രോഹിക്കുക. അന്ന് ഫോൺ ഓഫാക്കുന്നതിന് മുമ്പ് ചേട്ടൻ അമ്മയോട് ഒരുപാട് മോശമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടു ചേച്ചി. അതെല്ലാം കേട്ട് മുറിയിൽ ഇരിക്കാനാവാതെ ടെറസിൽ കയറുമ്പോൾ അവിടെ അവരെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഒരു മൂലയിൽ പോയിരുന്നു. കരയുമ്പോൾ അവരിൽ ഒരാൾ വന്ന് എന്നെ വിളിച്ചു. നീ ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക്, നിന്റെ സങ്കടമെല്ലാം തീരുമെന്ന് പറഞ്ഞു. ഒരുപാട് ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. പക്ഷേ അവർ നിർബന്ധിച്ചപ്പോൾ ആ ഒരു നിമിഷം. അതും പറഞ്ഞ് അവൻ നിറമീയോടെ ചേച്ചിയെ നോക്കിയതും അയാന ആ സീറ്റിൽ നിന്നും എണീറ്റ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന അവൻ്റെ അടുത്തേക്ക് പോയതും അവർ പെട്ടെന്ന് അയാനയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. സിദ്ധു രണ്ടുപേരെയും നോക്കി മിണ്ടാതെ ഇരുന്നു. മനസ്സെല്ലാം എത്ര കൈവിട്ടാലും ഇങ്ങനെയൊന്നും ചെയ്യരുത് മോനെ. ഇതെല്ലാം ഉപയോഗിച്ചു തുടങ്ങിയാൽ നിന്റെ ജീവിതത്തിൽ ആനന്ദം, സന്തോഷം അതിൽ ഒതുങ്ങി ഇല്ലാതെയാവും. അത് തുടങ്ങിയാൽ അത് അവസാനിച്ചു കിട്ടാൻ അത്ര സുഖമായ ഒന്നല്ല. ലഹരിയല്ലേ മോനെ അതെല്ലാം. അത് ഉപയോഗിച്ച് ഒരു ഭ്രാന്തനായി തീരാനുള്ളതല്ല നിന്റെ ജീവിതം. നീയും ഒരുപാട് പത്രങ്ങളിൽ നിന്നും ഈ സമൂഹത്തിൽ നടക്കുന്നത് അറിയുന്നില്ലേ? ലഹരി ഉപയോഗം കൊണ്ട് സ്വന്തം കുഞ്ഞിനെ കൊല്ലാനും അച്ഛനെ കൊല്ലാനും മടിയില്ലാത്ത ലോകമാണ് ഇത്. തലയിൽ പിടിച്ച പിന്നെ എന്തൊക്കെ ചെയ്യുമെന്ന് അവർക്ക് തന്നെ അറിയില്ല. നിന്റെ നല്ല ജീവിതം അതാണ് ഈ ചേച്ചിയുടെ സ്വപ്നം തന്നെ. അത്രയും പ്രിയപ്പെട്ടവരിൽ നിന്നും ഒരിക്കലും കേൾക്കില്ലാത്ത ഒരു കാര്യം അറിയുമ്പോൾ തകർന്നു പോകുക. ഇത് കേട്ടപ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനായില്ല. അപ്പോൾ നീ അങ്ങനെ ചെയ്യില്ല എന്ന വിശ്വാസമായിരുന്നു. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഈ ഒരു പ്രാവശ്യം നിനക്ക് തെറ്റുപറ്റി. പക്ഷേ ഇനി പാടില്ല. നീ ഇത് ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് ഈ ചേച്ചിയുടെ തലയിൽ വെച്ച് സത്യം ചെയ്താൽ മാത്രമേ ഇനി ഞാൻ നിന്നോട് മിണ്ടൂ. അയ്യാ. അത് കേട്ടതും അവൻ അയാനയെ ഒന്ന് നോക്കി അവളുടെ തലയിൽ കൈവച്ചു. ഇല്ല ചേച്ചി, ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഞാനിനി അങ്ങനെ ഒന്നും ചെയ്യില്ല, സത്യം. അപ്പോൾ അത് മതി, ഇനി നീ വിഷമിക്കണ്ട. ഇത് ഇനി ആരും അറിയില്ല. നീ ഇനി അതാലോചിച്ച് സങ്കടപ്പെടേണ്ട. അതും പറഞ്ഞ് അവൻ്റെ തലയിലൊന്ന് തലോടി രണ്ടുപേരും അവരുടെ സീറ്റിലിരുന്നു. അപ്പോൾ അലിയ, ഇനി ഭക്ഷണം ഓർഡർ ചെയ്യാലോ അല്ലേ? സിദ്ധു അത് കേട്ടതും അവനൊരു പുഞ്ചിരിയോടെ കണ്ണെല്ലാം തുടച്ചുകൊണ്ട് തലയാട്ടി. അയാനയും ഒരു പുഞ്ചിരിയോടെ അത് നോക്കി. രാത്രിയായതും 3 പേരും സിദ്ധുവിൻ്റെ വീട്ടിലെത്തിയിരുന്നു. ഭക്ഷണമെല്ലാം പുറത്തു നിന്നും കഴിച്ചത് കൊണ്ട് തന്നെ അപ്പം നേരെ പോയി കിടന്നുറങ്ങി. അവൻ ഉറങ്ങുന്നത് ഒന്ന് നോക്കി അവനെ പുതപ്പിച്ചു കൊടുത്തുകൊണ്ട് അയാന പുറത്തേക്ക് വരുമ്പോൾ സിദ്ധു അവിടെ കാത്തിരിപ്പുണ്ട്. ഒരുപാട് സങ്കടമായോ എന്ന്? അത്രയും പ്രിയപ്പെട്ടവരിൽ നിന്നും ഒരിക്കലും കേൾക്കാത്ത ചില വാക്കുകൾ കടന്നു വന്നപ്പോൾ വല്ലാത്തൊരു വേദന. ഇനി അവനിൽ നിന്നും ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല, അതിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതാലോചിച്ച് ഇനി എൻ്റെ അമ്മുക്കുട്ടി സങ്കടപ്പെടേണ്ട. സിദ്ധു അവളുടെ തലയിലൊന്ന് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ഒരു തെളിച്ചമില്ലാത്ത പുഞ്ചിരി നൽകി. എന്തു പറ്റി? എന്താ നിന്റെ ഉള്ളിലെ വിഷമം? അറിയില്ല ചേട്ടാ, എന്തോ ഒരു ആദി, എന്തോ അരുതാത്തത് നടക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ. അതുമല്ല, അമ്മ ഫോൺ എടുക്കുന്നില്ല. അമ്മയുടെ ഫോൺ വീണ്ടും കേടുവന്നു എന്ന് തോന്നുന്നു. അയാന അവൾ പേടിയോടെ പറഞ്ഞതും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അമ്മയെ ഓർത്തല്ലേ ഈ പേടി? നാളെ അമ്മയെ പോയി കണ്ടതിന് ശേഷം ക്ലാസ്സിന് പോകാം. അത് കേട്ടതും അവൾ സന്തോഷത്തോടെ തലയാട്ടി. അയാന, ഇന്ന് വീട്ടിൽ പുതിയ അതിഥിയുണ്ടല്ലോ. അപ്പുറത്തെ വീട്ടിലെ മുത്തശ്ശിയുടെ മരുമോൾ സുമിത്ര ചോദിച്ചു. ആ ചേച്ചിയോ? എൻ്റെ അനിയനാ. അയാന സിദ്ധു പറഞ്ഞിരുന്നു, അവൻ്റെ കോളേജിലേക്ക് വരെ ഒന്ന് പോകുവാണ്, വീടൊന്ന് ശ്രദ്ധിക്കണമെന്ന്. ആ 2 പേരും അവിടെ അടുക്കളയിൽ നല്ല യുദ്ധമാണ്. അയാന അവളൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. നിങ്ങളെ ഇങ്ങനെ കാണുമ്പോയാ നല്ല ദാമ്പത്യ ജീവിതം നയിക്കുന്നവരും ഉണ്ടെന്ന തോന്നൽ തന്നെ ഉണ്ടാകുന്നത് മോളെ. സുമിത്ര അത് കേട്ടതും അയാനയൊന്ന് പുഞ്ചിരിച്ചു. എന്താ പറയാ ചേച്ചി? അയാന മോളെ, ഞാൻ ഒറ്റ മോളായതുകൊണ്ട് ഒരു ദുഃഖവും അറിയാതെയാ വളർന്നത്. ഒരു വിവാഹ ജീവിതം വരെ ഒരു സങ്കടവും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇടയിൽ എനിക്കൊരു പ്രണയമുണ്ടായിരുന്നു. അത് വേറെ ഒരു ജാതിയാണ് എന്ന് പറഞ്ഞ് അന്നേ എന്നെ എൻ്റെ അച്ഛൻ സങ്കടപ്പെടുത്തിയിട്ടുള്ളൂ. അന്ന് അവന് എന്നെ നൽകാതെ എൻ്റെ ഇഷ്ടവും നോക്കാതെ അച്ഛൻ പിടിച്ച് കെട്ടിച്ചു വിട്ടു. അങ്ങനെ ഇവിടെ എത്തി.
ഇവിടെയാണെങ്കിൽ എൻ്റെ ഭർത്താവിനെ കൂടെ കിടക്കാൻ ഒരാളെന്നതിനപ്പുറം സ്നേഹത്തോടെ ഒരു വാക്ക് പോലും ഇതുവരെ വന്നിട്ടില്ല. അതിൻ്റെ സങ്കടമെല്ലാം ആദ്യമെല്ലാം വീട്ടിൽ പോയി പറയും. നിങ്ങളുടെ ഇഷ്ടത്തിന് വേറൊരാളെ കെട്ടിച്ചപ്പോൾ എൻ്റെ ജീവിതം ഇങ്ങനെയായപ്പോൾ സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിക്കും. ആ പേരും പറഞ്ഞ് എൻ്റെ അച്ഛനെയും അമ്മയെയും ഒരുപാട് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. അന്നെല്ലാം അച്ഛനും അമ്മയും പറയും, മോള് ഇവിടേക്ക് വന്ന് നിന്നോ, മോൾക്ക് ഞങ്ങളുണ്ടല്ലോ എന്ന്. പക്ഷേ കല്യാണം കഴിഞ്ഞ് 2 മാസം ആയപ്പോൾ തന്നെ ഞാൻ ഗർഭിണിയായിരുന്നു മോളെ. പിന്നീട് എൻ്റെ ലോകം എൻ്റെ കുഞ്ഞായിരുന്നു. ഞാനെങ്ങാനും എല്ലാം ഉപേക്ഷിച്ചു പോയാൽ എൻ്റെ മോൾക്ക് അച്ഛനെ നഷ്ടമാവില്ലേ എന്ന തോന്നൽ എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചു. ഇപ്പോൾ എല്ലാം ഒരു ശീലമായി. എൻ്റെ അച്ഛനെയും അമ്മയെയും പണ്ടത്തെ കാര്യം പറഞ്ഞ് വേദനിപ്പിക്കുന്നത് ഞാനും അങ്ങ് നിർത്തി. എൻ്റെ വിധി. അതിന് അവരെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യമെന്ന് തോന്നി. സുമിത്ര. അയാന എല്ലാം കേട്ട് ആ ചേച്ചിയുടെ തോളിൽ ഒന്ന് കൈവച്ചിട്ടും, ഇവിടെ അടുത്ത് എത്ര വീടുകളുണ്ടെങ്കിലും മോളെ പോലെ എന്നോടാരും അധികം സംസാരിക്കാറില്ല. അപ്പോൾ മോളോടെല്ലാം ഒന്ന് തുറന്ന് പറയാൻ തോന്നി. ചേച്ചി എത്ര വേണമെങ്കിലും പറഞ്ഞോ, ചേച്ചി ഞാൻ ഇവിടെ ഇല്ലേ. എല്ലാം കേട്ടിരുന്നു കൊണ്ട് അവൾ അവരെ സമാധാനപ്പെടുത്തി. അയ്യോ എൻ്റെ ദേവി, അടുപ്പത്ത് കറി വെച്ചാൽ ഞാൻ വന്നത്. മോളെ കണ്ടപ്പോൾ ഇറങ്ങിയതാ. അതെങ്ങാനും കരിഞ്ഞു പോയാൽ മതി. അങ്ങേരുടെ വായയിലുള്ളത് കേൾക്കാൻ ഞാനിപ്പോൾ വരാം. അവിടെ നിന്നും അവരുടെ വീട്ടിലേക്ക് ഓടുന്ന ഇടയിൽ പറഞ്ഞുകൊണ്ടോടി. തുടരും.